നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കടവുപുഴ പാലത്തിന് ഭരണാനുമതി നൽകാതിരുന്ന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് അനുമതി നൽകാൻ തയ്യാറായതെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. ഇപ്പോൾ ജോസ് കെ മാണി എം.പി. കത്ത് നൽകിയതിനെ തുടർന്നാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള വ്യാജ പ്രചരണമാണെന്നും എം.എൽ.എ. പറഞ്ഞു. ജനറൽ ആശുപത്രി വിഷയത്തിൽ ജനപ്രതി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചതിന്റെ പേരിലാണ് ഡിവൈഎഫ്ഐയുടെ സമരപ്രഹസനമെന്നും മാണി സി കാപ്പൻ എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലാ നിയോജകമണ്ഡലത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നിരന്തരമായി തുരങ്കം വയ്ക്കുന്നത് ഇടതുമുന്നണിയും കേരള കോൺഗ്രസ് മാണി വിഭാഗവുമാണെന്ന് മാണി സി കാപ്പൻ എം.എൽ.എ. ആരോപിക്കുന്നു. കടവുപുഴ പാലം തകർന്നതിനെ തുടർന്ന് നിരവധി തവണ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും സർക്കാർ ഫണ്ട് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് എം.എൽ.എ. ഫണ്ട് പൂർണ്ണമായി പാലം നിർമ്മാണത്തിന് നീക്കിവെക്കുവാനുള്ള തീരുമാനമെടുത്തപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിക്കുകയായിരുന്നു കേരള കോൺഗ്രസ് എം. ഈ വിഷയത്തിൽ സർക്കാരിന് നിഷേധാത്മകമായ സമീപനം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പരാതി നൽകുകയും മൂന്നിലവ് പഞ്ചായത്തിലെ 4 വാർഡുകളിലെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനായി നിയമപോരാട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2025 ഫെബ്രുവരി 18-നകം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിടുകയും ഇതേ തുടർന്ന് പാലം നിർമ്മാണത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തു. എം.എൽ.എ. എന്ന നിലയിൽ നടത്തിയ കത്തിടപാടുകളും ഹൈക്കോടതിയുടെ ഇടപെടലുകളും മറച്ചുവെച്ചുകൊണ്ട് ജോസ് കെ മാണി എം.പി.യാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് പിന്നിലെന്ന് വ്യാജ പ്രചരണം നടത്തുന്നതെന്ന് മാണി സി കാപ്പൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അന്ത്യശാസനം കൊടുത്തിരിക്കുന്ന 18/2 മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തിരിക്കണം എന്നാണ് ഓർഡർ. ആ ഓർഡറിൻ്റെ കോപ്പി മുഴുവൻ പേർക്കും തരാനുള്ള ഇവിടെയിരിപ്പുണ്ട്. അവിടെയാണ് മിനിഞ്ഞാന്ന് ജോസ് കെ മാണിയുടേതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അദ്ദേഹം കത്ത് കൊടുത്തു, പൈസ ഇല്ലെങ്കിലും പാലം പണിയാനുള്ള പൈസ സാങ്ഷൻ ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഈ പുള്ളിക്ക് 4 കൊല്ലം മുമ്പേ കത്ത് കൊടുത്തു ഈ പൈസ സാങ്ഷൻ ചെയ്യാൻ. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ, ഈ നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇവിടുന്ന് ജയിച്ച ജനപ്രതിനിധിയോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഉത്തരവാദിത്തമുള്ളൊരു ജനപ്രതിനിധി ചെയ്യേണ്ടതാണോ? അന്നേ കൊടുക്കേണ്ട കത്ത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ ഇലക്ഷൻ എടുക്കാറായപ്പം ഒരു കാരണവശാലും ഭരണത്തിൽ തിരിച്ചു വരികയായിരുന്നു കണ്ടപ്പം കുറേ ഓർഡറുകൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അവരെ കബളിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടുവാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പാലാ എം.എൽ.എ. ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചും ഇത്തരത്തിൽ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് നടക്കുന്നത്. ഓങ്കോളജി സെൻറ്ററിലെ ലീനിയർ ആക്സിലറേറ്റർ ബങ്കറിന് ഭിത്തിക്കനം 2.5 മീറ്റർ വേണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പലയിടത്തും ഇത് 2 മീറ്ററിൽ താഴെയാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇത് ലീക്കേജിന് വഴിവെക്കാനുള്ള സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയത്. എം.എൽ.എ. എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതെന്നും ഇതിനെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തിയാണ് ഇപ്പോൾ ക്യാൻസർ ചികിത്സ നിഷേധിക്കുന്നുവെന്ന ആക്ഷേപവുമായി പ്രതിഷേധ സമരം നടത്തുന്നതെന്നും മാണി സി കാപ്പൻ എം.എൽ.എ. പറഞ്ഞു. ഇന്നിപ്പം ഡിവൈഎഫ്ഐ ഇവിടെ സമരം നടത്തുന്നുണ്ട്. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വരുന്നതിന് ഞാൻ എതിരാണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ അവിടെ റേഡിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബങ്കർ റൂം നിർമ്മിക്കുമ്പോൾ അതിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. 2.5 മീറ്റർ വീതി വേണം. അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി ഇവിടെയുണ്ട്, ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ്. അങ്ങനെ ഇത് 10-25 കോടി രൂപ മുടക്കി ഇത് വെച്ചിട്ട് നാളെ ഇതിൻ്റെ ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ, അവിടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്ത ലൈസൻസ് തരുള്ളൂ. ലൈസൻസ് കിട്ടുന്നില്ലെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് പോലെ ഇതും കിടക്കും. ഇത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ റേഡിയേഷൻ നടത്തുമ്പോൾ റേഡിയേഷൻ്റെ റേസ് പുറത്തേക്ക് വന്നാൽ മറ്റ് രോഗങ്ങൾ പകരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് ക്യാൻസർ പടരാൻ എന്നാണ് ഒക്കെ അവർ മാറ്റി. അങ്ങനെ ഏത് തരത്തിലും ഏത് സത്യത്തെയും നുണയപ്പെട്ട രൂപത്തിൽ വളച്ചൊടിച്ച് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് അത് അവരുടെ ഉദ്ദേശം. വേണ്ടത്ര പഠനങ്ങളും ദീർഘവീക്ഷണവും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതികൾ ഉപയോഗശൂന്യമായി പോയതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ പാലാ നിയോജകമണ്ഡലത്തിലുണ്ട്. കളരിമേക്കൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡും റിവ്യൂ പാലത്തിൻ്റെ അലൈൻമെൻറ്റുമെല്ലാം ഇത്തരത്തിലുള്ളതാണ്. ദീർഘവീക്ഷണമില്ലാതെ നടത്തുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് താൻ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എയെ മോശക്കാരനാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പല ഇടപെടലുകളും നടന്നിരിക്കുന്നത്. വികസന നേട്ടങ്ങളെല്ലാം സ്വന്തം നേട്ടങ്ങളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയമാണെന്നും അത് തുറന്നു കാട്ടുവാനും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നതിനെതിരെയുമാണ് പലപ്പോഴും താൻ സംസാരിക്കുന്നതെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒഴിവാക്കണമെന്നും മാണി സി കാപ്പൻ എം.എൽ.എ. വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലായിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ ബിജു പുന്നത്താനം, സതീഷ് ചൊള്ളാനി, ജോയ് അബ്രഹാം, കുര്യാക്കോസ് പടവൻ, N. സുരേഷ്, ജോർജ് പുളിങ്കാട്, സന്തോഷ് കാവുകാട്ട്,
തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.